തിരക്കഥ എഴുതി എഴുതി പ്രേതമേ ആയി. പുതിയൊരുലേക്ക് സ്വാഗതം. ഓണമൊക്കെ അടുത്തു, ഓണം വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇന്നലെയാണ് സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് കുറച്ച് ട്രിപ്പ് പോവാനുണ്ട്, ഓണം പ്രോഗ്രാം ഉണ്ട്, അങ്ങനെ പല പല സംഭവങ്ങളുണ്ട്. അതെ, ഓണക്കോടി എടുക്കാറുണ്ട്, അങ്ങനെ പല പല സംഭവങ്ങളുണ്ട്. ഗൈസ്, എല്ലാവർക്കും ഓണക്കോടിയൊക്കെ എടുത്തു എന്ന് വിചാരിക്കുന്നു. നമ്മള് എടുക്കാൻ കുറച്ച് വൈകി. അതെ, എടുക്കാൻ വൈകി. സാധാരണ നമ്മള് സ്കൂളൊക്കെ പൂട്ടുന്നതിന് മുന്നേ എടുക്കുന്നുണ്ട്. ഇത് സ്കൂള് പൂട്ടി കഴിഞ്ഞിട്ടാണ് ഗൈസ് എടുക്കണത്. അപ്പം ഇന്നത്തെ ഒരു വിശേഷങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, ഇതെന്റെ ബർത്ത്ഡേക്ക് കിട്ടിയ സാധനങ്ങളാണ്. എനിക്ക് അർജുൻ തന്നതാണ്. ഇത് ക്ലേ, ഇത് അമ്മ പറഞ്ഞു ഈ ഹോളിഡേ അല്ലാതുകൊണ്ട് ഇതിനടുത്തൊക്കെ കളിച്ചോ. നല്ല കളറൊന്നും എടുക്കരുത്, നമുക്ക് അവസാനം എടുക്കാം. അപ്പൊ പർപ്പിളോ നല്ല കളറിന്റെ ഫസ്റ്റ് എടുത്തത്. എന്താ ദേവന്റെ കയ്യില്? എന്റെ കയ്യില് സ്ലൈമാണ് ഗൈസ്. ഈ സ്ലൈമിന്റെ കൊറേ കളർ ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് പിങ്ക് ആണ് ഇഷ്ടമായത്. പണ്ട് ദേവ് സ്ലൈം ഉണ്ടാക്കൂലായിരുന്നു നിങ്ങൾ രണ്ടുപേരും കൂടെ? നമ്മളെന്താ വെള്ളത്തിന്റെ പേര് ഒരു പൊടി ഇട്ടിട്ട് ആ പൊടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഇളക്കി 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 ഇങ്ങനെ ഉണ്ടാക്കും. എന്താണ് ഞാൻ പറയട്ടെ, ഇത് ഞാൻ പൊട്ടിക്കാൻ തോന്നുന്നില്ല. ഞാൻ പൊട്ടിക്കാറോ? ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇതാറു ഒരു തന്നു, ഞാൻ പൊട്ടിച്ചു പൊട്ടിച്ചു. എന്താ പൊട്ടിച്ച എന്താ കളിക്കാനുള്ള തന്നെയല്ലേ? എനിക്ക് പൊട്ടിക്കാനുള്ളതാണിത്. നോക്കട്ടെ, എന്താ അതിന്റെ ഇതേതാ? പർപ്പിൾ. അതെന്താ അത്? ആ ഗ്രീൻ കളർ എന്താ? മറ്റേ ഷേപ്പില്ലേ? എന്താണ്, വണ്ടിയാണോ അത്? ട്രെയിനോ? ഇത് അതിന്റെ ഉള്ളിൽ വെക്ക്. ഇത് അതിന്റെ ഉള്ളിൽ വെക്ക്. കാറാണ്. എന്താണ്? ജീപ്പോ? കൊട്ട ജീപ്പാണത്. കൊട്ട ജീപ്പോ? അത് 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 ഇങ്ങനെ 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 ആക്കണം. എന്നിട്ട് സൈഡത്തെ കുറച്ച് അങ്ങനെയല്ല, ഇതിന് വേണ്ട. ഷേപ്പ് മാറ്റണ്ടേ? പറഞ്ഞു. ക്ലേയില് മറ്റേ ഇതിപ്പം ട്രാൻസ്പെറന്റ് ഗ്ലൂ കൊണ്ട് എന്താണ് ഉണ്ടാക്കിയേക്കണം. പക്ഷെ എനിക്ക് മറ്റേ ആ ഫെവി കോളില്ലേ അതിനെ കൊണ്ട് ഉണ്ടാക്കണം. ഫ്രണ്ട്സ്, ഞാനിവിടെ TV കണ്ടുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഞങ്ങളുടെ പണ്ടത്തെ വരയമ്പുലിൻ്റെ സിനിമയല്ല വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, ചേച്ചി കൊണ്ടുവരും. അപ്പോൾ കൊണ്ടുവന്നിട്ട് കാണാൻ എന്താന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം ഗായ്സ്. ഫ്രണ്ട്സ്, അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ പൂരിയും പിന്നെ ഇത് സാമ്പാറാണോ? പൂരിക്കറിയാണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ കഴിച്ചോക്കെ. ഇതിവിടെ ഉണ്ടാക്കിയതാണോ? കഴിച്ചോക്കാം. ഫ്രണ്ട്സ്, ഞാൻ ഓൾറെഡി കഴിച്ചു കഴിഞ്ഞു. കഴിക്കാൻ നേരത്തെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ മറന്നുപോയി. സ്വാഭാവികം. ഞാൻ വലിയ ഒരുങ്ങിയിരിക്കുകയായിരുന്നെങ്കിൽ വീഡിയോ എടുക്കുന്ന കാര്യം എങ്ങനെയെങ്കിലും ഓർക്കുമായിരുന്നു. പക്ഷെ ഞാനിത് ആകെ കുളിക്കാതെ ഒരുമാതിരി ഇരിക്കണോണ്ട് എനിക്ക് വീഡിയോ എടുക്കുന്ന കാര്യം ഞാൻ ടോട്ടലി മറന്നുപോയി. സോ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്കൂൾ തുറന്ന ഉടനെ എക്സാം ഇല്ല, അടുത്ത മാസമാണ്. പക്ഷെ അമ്മ ഇപ്പം തന്നെ എന്നെ ഇരുത്തി പഠിപ്പിക്കുകയാണ് ഗൈസ്. എന്ത് ചെയ്യാനാ? അപ്പം
ആകെ 1 മണിക്കൂർ ഞാൻ പഠിച്ചു ഗൈസ്. അപ്പം ഞാൻ ബാക്കിയും കൂടെ പഠിക്കട്ടെ. ഇന്ന് എനിക്ക് 1 മണിക്ക് ട്യൂഷനുണ്ട് മാത്സ്. സോ അതിന് പോകണം. ഞാനും എൻ്റെ ഫ്രണ്ടുമാണ് പോണത്. ഗൈസ് ഞാനങ്ങനെ കുളിച്ച് ഫ്രഷായി. ഇപ്പോൾ സമയം 1 മണിയായിട്ടുണ്ട്. ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല. ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ ദിയമോൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇംഗ്ലീഷ്. ഞാൻ 1:30 ട്യൂഷന് പോകും ഗൈസ്. ഞാനത് ഒരുങ്ങി ലിപ് ഗ്ലോസ് ഇട്ടിട്ടുണ്ട്. എൻ്റെ ലിപ് ഗ്ലോസ് ആണ്. എനിക്കറിയായിരുന്നു അടുത്ത ചെല്ലൊക്കെ വേണമെന്ന് അറിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ദിയമോളെ ലിപ് ഗ്ലോസ് ഇട്ടിരിക്കുന്നു ഗൈസ്. ഞാൻ അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ലഞ്ച് കഴിക്കാൻ പോവുകയാണ്. ലഞ്ചിന് എന്താണെന്ന് വെച്ചാൽ മീൻകറിയും മോര് കാച്ചിയതുമാണ്. പിന്നെ കോവയ്ക്കുണ്ട്. കോവയ്ക്ക അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ തിന്നുകയാണ് കേട്ടോ ഗൈസ്. ഞാൻ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഞ്ഞിയാണ് എന്ന് പറയുന്നില്ല. ഞാൻ മിക്കവാറും ദിവസം കഞ്ഞി കുടിക്കുമ്പോൾ കഴിച്ച് ഞാൻ കഞ്ഞിയാണെന്ന് പറയുന്നത്. ഞാൻ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കഞ്ഞിയും മോരും അച്ചാറും. ഒരു ദിവസം ബിരിയാണീൻ്റെ ഒപ്പം ഫ്രീ കിട്ടിയ അച്ചാറാണ് കുടിച്ചുകൊണ്ടിരിക്കണം. പക്ഷെ അതുണ്ടല്ലോ കഞ്ഞിക്ക് പറ്റിയ അച്ചാറാണ്. കഞ്ഞി കുടിക്കുമ്പം വെക്കാൻ പറ്റിയ അച്ചാറാണ്. ഫ്രണ്ട്സ് നമ്മൾ ഓൺലൈനിൽ നിന്ന് ഒരു ഡ്രസ്സ് എനിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മ പൊട്ടിക്കട്ടെ. ദിസ് ഈസ് ദ ഡ്രസ്. ചുരിദാറാണ് കോഡ് ഡ്രസ് വരുന്നത് ഒരു സാധനം. ഞാൻ ഇട്ടിട്ട് വരാം. ഇതാണ് രസമുണ്ടല്ലേ കേട്ടോ. ഞാൻ ഫുൾ എൻ്റെ കളർ ഇതല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. അമ്മയ്ക്ക് ഇതേമാറ്റ ഡിസൈൻ അല്ലേ? ഡിസൈനൊക്കെ ഡാൻസ് വെച്ചപ്പെടുത്തത് ഈ ഡ്രസ്സിന് എടുക്കണേ. പക്ഷേല്ലോ പാൻറ്റിന് നീളുണ്ട് കുറച്ച്. പക്ഷെ അടിയിൽ മറ്റേ ആ ഒരു ഡിസൈൻ വരുന്നോണ്ട് കട്ട് ചെയ്യാനും പറ്റില്ല. ഇത് മീഡിയ ആണ്. ആദ്യം ഞാൻ എക്സസ് ആയിരുന്നു എടുത്തോണ്ടിരുന്നത്. അത് ഇപ്പൊ പറ്റാണ്ടായി. യെസ് പറ്റാണ്ടായി. ഇപ്പൊ അത് മീഡിയത്തിലെത്തിയിരിക്കുന്നു. പക്ഷെ എസ് അല്ലേ വേണ്ട? മീഡിയ കുറച്ച് ലൂസായിട്ട് കിടക്കും. ഫ്രണ്ട്സ് ഞാൻ അവിടെ നിന്ന് പറഞ്ഞ ഐഷാഡോ പാലറ്റ് ഇതാണ്. ഐഷാഡോ പാലറ്റ്. അപ്പം ഇത് തുറന്നു നോക്കാം. നമ്മുടെ അടുത്തൊരു ഐഷാഡോ ഉണ്ട്. കുതാകള് ഇത് വേറെ. ഓ നല്ല ഡ്രസ്സില്. ഇതൊക്കെ പാർട്ടിക്ക് പോകുമ്പോൾ ഇടാൻ പറ്റും. പക്ഷെ എനിക്കിതിൽ ഇത് ഇഷ്ടമായി. ടീസ് റോ ഇത് രണ്ടും എനിക്കിഷ്ടമായി. എനിക്ക് ന്യൂഡ് ഷെയ്ഡ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ പാർട്ടി പോകുമ്പോൾ മാത്രമേ ഒക്കെ ഇടാൻ പറ്റുള്ളൂ. പാർട്ടിക്ക് പോകുമ്പോൾ ഇതൊക്കെ എന്താ? ഇതൊരു സത്യം പറയട്ടെ, ഞാൻ അത് ദിയമോക്ക് വാങ്ങിയതാ. ഇല്ല, ആണ് എനിക്ക് വാങ്ങിയതല്ല. ആണ് ആണ് എനിക്ക് വാങ്ങിയതൊന്നുമല്ല. പിന്നെ ആർക്ക് വാങ്ങിയതാ? തന്നെ മറ്റേ അമ്മയ്ക്ക് വാങ്ങിയതാണത്. ഫ്രണ്ട്സ്, അപ്പം ഞാനും ചേച്ചിയും പഠിച്ചു കഴിഞ്ഞു. അമ്മയും പപ്പയും പുറത്തേക്ക് അങ്ങാടിക്ക് പോയതാണ്. ഞാനും ചേച്ചിയും. അപ്പോൾ അമ്മ ഓർമ്മിപ്പിച്ചിരുന്നു പഠിക്കുന്നു പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞ് ഒരു സംഭാരമാണ് വെച്ച് സംഭാരം ഉണ്ടാക്കുകയാണ് കേട്ടോ ഞങ്ങൾ. കടയിൽ കിട്ടാൻ അങ്ങനത്തെ അമ്മ ഉണ്ട് കറക്റ്റ് സമയം. ഞാൻ കൊടുക്കാം.
ശർക്കര വരട്ടിയും ചിപ്സ് ഒക്കെ മേടിച്ചോണ്ട് വന്ന് ഞങ്ങള് ചേച്ചി ഉണ്ടാക്കിയ സംഭാരം. അപ്പൊ മോര് തീർന്നു. നാളെ മോര് കറിക്ക് വെച്ച് മോരായിരുന്നു. കുറച്ച് ഉപ്പ് കുറവുണ്ട്. മുളക് ഇട്ടിട്ടില്ലേ? വരട്ടിയതാണ്. അയ്യോ കർമ്മ കർമ്മ തിരിച്ചടിച്ചോ? they were different people അല്ല they were dominant groups ബ്രാക്കറ്റില് വെൽത്തി ഓർ പവർഫുൾ. ആ രണ്ടും അടുത്ത പോയിന്റ് they have some common cultures അല്ല, ലൈഫ് സ്റ്റൈൽ. ലൈഫ് സ്റ്റൈലിന്റെ കൾച്ചേഴ്സ് പറയില്ലേ അടുത്ത പോയിന്റ് they were ഫ്രണ്ട്സ്. അപ്പോൾ ചേച്ചി ട്യൂഷന് പോയി. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഷൂട്ട് ചെയ്തു. ഞങ്ങളല്ല, എനിക്കും മിക്കും ഇത്തിരി ചെയ്യാനുണ്ടായിരുന്നു. ഷോർട്ട് ഫിലിമിന്റെ ആയിരുന്നു. ഗായ്സ് അങ്ങനെ ട്യൂഷനൊക്കെ കഴിഞ്ഞു വന്നു. ഓട്ടോറിക്ഷയ്ക്കാണ് വന്നത്. മുന്നേന്റെ ഇപ്പൊ അവിടെ അല്ലായിരുന്നു. അപ്പം പപ്പയ്ക്ക് ഇവിടെ ഷൂട്ടും ഉണ്ടായിരുന്നു. എനിക്കും ഷൂട്ടുണ്ട് ഗൈസ് ഇല്ലേ. ഞാൻ വരാൻ കാത്തിരിക്കുന്നു. പോയെന്നത് പറഞ്ഞില്ലല്ലോ ട്യൂഷന് പോയത്. ഇല്ല പോവാനോട് പറഞ്ഞില്ല. ഇവിടെ പെട്ടെന്നായിരുന്നു പോയത്. ഓക്കെ അതുവരെ പോണില്ല അറിഞ്ഞു നിൽക്കുന്നു ഷൂട്ടുള്ളത് കൊണ്ട്. ഗൈസ് ഷൂട്ടിലാണ്. അപ്പം രാത്രി സീനാണ് കേട്ടോ. 11:30 സമയം. ദിയമോൾ ഇറങ്ങി. ദിയമോളെ സീൻ കഴിഞ്ഞു. ദിയമോൾ ഇറങ്ങി. ഞങ്ങൾ 3 പേരുമാണ് ഇപ്പോൾ ഉള്ളത്. എൻ്റെ അമ്മേൻ്റെ മുൻവശത്ത് കൂടെ വാ, ഞാൻ അതിലെ വരാം. ഫ്രണ്ട്സ്, ഞാൻ ക്യാരക്ടർ വിട്ടില്ലായിരുന്നു ഇതുവരെ. ഫ്രണ്ട്സ് വരക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഉറക്കം വരുന്നത് കൊണ്ട് നമ്മൾ ഷൂട്ട് നിർത്തി വെച്ചിരിക്കുകയാണ്. ഇനി നാളെ 11:30 കഴിഞ്ഞു കേട്ടോ സമയം. ഉറക്കം വരുന്ന ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കാം. പ്രത്യേകിച്ച് ഉണ്ണിമോള് ദേവനല്ലേ ഉറക്കം വരുന്നില്ല. അതെ, മോൻ കണ്ടിട്ട് എനിക്ക് നല്ല ഉറക്കം വരുന്നു. നേരത്തെ വരണ്ടായിരുന്നു. അതെ, അപ്പൊ നാളെ ആക്കാം. ഇന്ന് കാലാവസ്ഥയൊക്കെ നല്ലതായിരുന്നു. എന്നാ വേണമെങ്കിൽ നോക്കാം. അമ്മ ബ്രേക്ക് എടുത്ത് പോയി ഉറങ്ങണുണ്ടായിരുന്നു എന്റെ സീനായിരുന്ന സമയത്ത്. അതെ, ട്യൂഷൻ ഉണ്ടായതുകൊണ്ടല്ലേ കുറച്ചുകൂടെ നേരത്തെ തുടങ്ങിയ നേരത്തെ തന്നെ. സമയം our LC. So let's wind up our video. ഫ്രണ്ട്സ്, നമ്മുടെ ഷൂട്ട് ഒക്കെ കഴിഞ്ഞു. ഈ ഡ്രസ്സ് കണ്ടിന്യൂറ്റിക്ക് വേണ്ടി നമ്മൾ എല്ലാ ദിവസവും ഇടേണ്ടതാണ്, എല്ലാ ഷൂട്ടിൻ്റെ ദിവസവും. അതുകൊണ്ട് ഒരു കുറച്ച് ഗ്യാപ്പുള്ള ദിവസമായിരിക്കും ഇത് അലക്കുക. അല്ലാത്ത ദിവസങ്ങൾ ഇത് അലക്കില്ല. പാൻറ്റും അപ്പം പപ്പ പ്രേതക്കഥ എഴുതി പ്രേതമേ ആയി. യാമങ്ങൾ തോറും കൊതി തീരുവോളം എനിക്കറിയില്ല. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അമർത്താൻ മറക്കരുത് ഗൈസ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോഴത്തേക്കിനും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്.